PSC ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്റ്റുമാണ് നോക്കുന്നത്. ഫസ്റ്റ്, ചട്ടമ്പി സ്വാമിക ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്ത് കൊല്ലൂർ കണ്ണമൂലയിലാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമിക ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്തെ കൊല്ലൂർ കണ്ണമൂലയിലാണ്. സർവ്വവിദ്യാധിരാജൻ ബാലഭട്ടാരകൻ, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നീ വിശേഷണങ്ങളുള്ള സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോശപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ, ഹിന്ദു പുലയ മഹാസമാജം കുറുമ്പൻ ദൈവത്താൻ, പുലയ മഹാസഭ അയ്യങ്കാളി, ഈഴവ സമാജം TK മാധവൻ, ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു, നായർ സമാജം മന്നത്ത് പത്മനാഭൻ, കേരള നായർ സമാജം കൃഷ്ണപിള്ള. അപ്പം കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനാണ്, ഹിന്ദു പുലയ മഹാസമാജം കുറുമ്പൻ ദൈവത്താൻ, പുലയ മഹാസഭ അയ്യങ്കാളി, ഈഴവ സമാജം TK മാധവൻ, ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു, നായർ സമാജം മന്നത്ത് പത്മനാഭൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനും 1906 മുസ്ലിം എന്ന പേര് മലയാള മാസിക പ്രസിദ്ധീകരിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തത്, സംഘസാഹിത്യത്തിൽ തമിഴിൽ വികസിപ്പിച്ച് വന്നതാണ് തിണസങ്കല്പം. സംഘസാഹിത്യത്തിൽ തമിഴിൽ വികസിപ്പിച്ച് വന്നതാണ് തിണസങ്കല്പം. പഴന്തമിഴിൻ്റെ ലക്ഷണഗ്രന്ഥമായ തൊൽക്കാപ്പിയത്തിലെ പൊരു ഇതികാരത്തിൽ തിണസിദ്ധാന്തം വിവരിക്കപ്പെട്ടിരിക്കുന്നു. വനമേഖലയ്ക്ക് അടുത്തുള്ള കാടുകളും മലകളും ഉൾപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് കുറിഞ്ചി തിണകൾ. അപ്പോൾ കുറിഞ്ചി തിണയിൽ എന്താണ് പറയുന്നത്? വനമേഖലയ്ക്ക് അടുത്തുള്ള കാടുകളും മലകളുമാണ് കുറിഞ്ചിക്കകത്ത് പറയുന്നത്. കുറിഞ്ചി എന്ന വാക്കിനർത്ഥം മല എന്നാണ്. അടുത്ത, മലകളിൽ തന്നെ ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളാണ് പാലൈ തിണകൾ. പാലൈ എന്ന വാക്കിനർത്ഥം മരുഭൂമി. അപ്പോൾ പാലൈ എന്താണ്? മരുഭൂമിയാണ്. കുറിഞ്ചി എന്ന് വെച്ചാൽ എന്താ? മലയാണ്. ചെറിയ കുന്നുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ മലയോരങ്ങളാണ് മുല്ലൈ എന്ന് പറയുന്നത്. മുല്ലൈ എന്ന വാക്കിനർത്ഥം കാട് എന്നാണ്. ഏറ്റവും വളക്കൂറുള്ളതും മരുതം തന്നെ. മരുതം തിണ. മരുതം എന്ന വാക്കിനർത്ഥം കൃഷിഭൂമി. അപ്പോൾ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് എന്ന് പറയുന്നത് മരുതമാണ്. മരുതം എന്ന വാക്കിനർത്ഥം കൃഷിഭൂമിയാണ്. തീരപ്രദേശമാണ് നെയ്തൽ. ഈ വാക്കിനർത്ഥം സമുദ്രം എന്നാണ്. ഇനി അടുത്തത്, പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറപ്പാക്കി. ജാലിയൻവാലാബാഗ് കൂട്ട് ഇതിനെ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ദാദാഭായ് നവറോജി എന്ന് വെച്ചാൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി. ഇനി ബാലഗംഗാധര തിലക് എന്ന് വെച്ചാൽ ലോകമാന്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യ അശാന്തിയുടെ പിതാവ്, ഇന്ത്യ അരാജകത്വത്തിൻ്റെ പിതാവ്, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നേതാവും ബാലഗംഗാധര തിലകാണ്. ഡോക്ടർ BR അംബേദ്കർ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു എന്നറിയപ്പെടുന്നു. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാളയെപ്പോലെ അധ്വാനിക്കും, മുനിയെപ്പോലെ ജീവിക്കും എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സ്റ്റീഫൻ വാൻഡർ ഹേഗ് സമുദ്രിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷമാണ് 1604 നവംബർ 11. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്ന് വെച്ചാൽ ഹോർത്തൂസ് മലബാറിക്സ് ആണ്. ഹോർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനാണ് ഡിലനോയി. ഹോർത്തൂസ് മലബാറിക്സ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ഇനി കുളച്ച യുദ്ധത്തെ മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഡിലനോയി തിരുവിതാംകൂറിൽ സൈന്യാധിപനായത്. ഇനി അടുത്തത്, 1955 ബീഹാറിലെ ജമാൽപൂരിലാണ് ആനന്ദ് മാർഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. ആത്മസാക്ഷാത്കാരവും മനുഷ്യരാശിക്കുള്ള സേവനവും എന്നതാണ് ആനന്ദ മാർഗത്തിൻ്റെ മുദ്രാവാക്യം. 1925 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്ഥാപിച്ച ഹിന്ദു ദേശീയവാദി സംഘടനയാണ് RSS. രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്നതാണ് പൂർണ്ണനാമം. സ്ഥാപകൻ എന്ന് വെച്ചാൽ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോയിസ്റ്റ് പാർട്ടിയാണ് CPIC. 2004 സെപ്റ്റംബർ 21 CPM, പീപ്പിൾസ് വാർ, മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ, MCCA എന്നീ പാർട്ടികൾ ലയിച്ചാണ് CPI
നിലവിൽ വന്നത്. ജമാഅത്തെ ഇസ്ലാമി 1941 സയ്യിദ് അബുൽ അല മൗദൂദി സ്ഥാപിച്ച ഒരു ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനമാണ്. അടുത്തത് ഭഗത് സിംഗ്, മധുകേശ്വർ ദത്ത് എന്നിവർ അംഗങ്ങളായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയതാണ് ലാഹോർ ഗൂഢാലോചന കേസ്. 1929 ഏപ്രിൽ 8 ഭഗത് സിംഗ്, മധുകേശ്വർ ദത്ത് എന്നിവർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചെന്ന് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ബോംബ് എറിയുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പം ബ്രിട്ടീഷുകാർ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 1929 ഏപ്രിൽ 8 ഭഗത് സിംഗ്, മധുകേശ്വർ ദത്ത് എന്നിവർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചെന്ന് വിപ്ലവം ജയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ബോംബ് എറിയുകയും ചെയ്തു. അടുത്ത ബിപിൻ ചന്ദ്രയുടെ പ്രധാന കൃതികൾ. ബിപിൻ ചന്ദ്രയുടെ പ്രധാന കൃതികളാണ്